ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണാം. ഞാൻ ഈ കേക്കിന് വേണ്ടി എടുക്കുന്ന ഓരോ സാധനങ്ങളും ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. ഇത് 150 ml കൊള്ളുന്ന ഒരു കപ്പാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. 3 മുട്ട, 2 കപ്പ് മൈദ, 1.25 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെ നെയ്യ് വേണേലും എടുക്കാം, 1/2 കപ്പ് ഇളം ചൂടുവെള്ളം, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തേക്കുന്നത്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് കൊക്കോ പൗഡർ. എന്നാൽ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മൂന്ന് മുട്ടയും പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പതയുന്ന വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. മുട്ട പതഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന 1.25 കപ്പ് പഞ്ചസാര ഇടാം. വീണ്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന എണ്ണ ഒഴിക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണേ പകുതി നെയ്യും പകുതി ഓയിലും എടുക്കാം. ഇല്ലെങ്കിൽ ഫുൾ ബട്ടർ വേണേലും യൂസ് ചെയ്യാം, മെൽറ്റഡ് ബട്ടർ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. എടുത്തു വെച്ചേക്കുന്ന 2 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. അരിച്ചു വെച്ചേക്കുന്ന മൈദ അല്പമായിട്ട് ബാറ്ററിൻ്റെ അകത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, തവി വെച്ച് ഇളക്കിയാൽ മതി. എടുത്തു വെച്ചേക്കുന്ന മൈദ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൊക്കോ പൗഡർ എടുക്കാം. അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം. ഇങ്ങനെ കേക്ക് ബാറ്ററിനകത്ത് ഒഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കേക്ക് ഒത്തിരി ഡ്രൈ ആയി പോകും. ഇനി ഇത് ബാറ്ററിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ബാറ്റർ നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. വീണ്ടും ബാറ്റർ ഒന്ന് ഇളക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നേക്കാര്യം മുമ്പേ നമുക്ക് ഒരു ബട്ടർ പേപ്പർ എടുക്കാം. അതിനെ ഫോൾഡ് ചെയ്യാം. കറക്റ്റായിട്ട് വട്ടത്തിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെട്ടിയാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. എടുത്തു വെച്ചേക്കുന്ന കേക്ക് ടിന്നിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർ എഡ്ജിലേക്ക് വെച്ച് ഒന്ന് അടയാളപ്പെടുത്തി സിസേഴ്സ് വെച്ച് കട്ട് ചെയ്താൽ കറക്റ്റ് സൈസിൽ ബട്ടർ പേപ്പർ കിട്ടും. കട്ട് ചെയ്തേക്കുന്ന പേപ്പർ കേക്ക് ടിന്നിലേക്ക് ഇട്ട് നോക്കാം. പെർഫെക്റ്റ് സൈസിലാണ് കിട്ടിയേക്കുന്നത്. ഇനി കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്യാം. ഓയിൽ അല്ലെ ഘീ വെച്ച് ഗ്രീസ് ചെയ്യാം. അതിലേക്ക്
ബട്ടർ പേപ്പർ വെക്കാം. അതിൻ്റെ മുകളിലും ഗ്രീസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിക്കാം. കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അരഭാഗത്തിൽ മുകൾ വരെ ഒഴിച്ചാൽ മതി. ഇനി കേക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം, ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. കുക്കർ 10 മിനിറ്റ് മുമ്പേ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. മുകളിൽ വരെ ചൂട് വന്നോന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലേക്ക് ബാറ്റർ ഇറക്കി വെക്കാം. കുക്കറിനകത്ത് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ടെമ്പറേച്ചർ എല്ലായിടത്തും ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ബാറ്റർ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കേക്ക് വേവിക്കേണ്ടത്. കുക്കറിൻ്റെ അടപ്പിൽ വാഷർ ഇടണ്ട, വിസിലും വെക്കണ്ട. കുക്കർ അടച്ച് വെക്കാം. ഏകദേശം 35-40 മിനിറ്റ് വരെയാണ് ഇത് വേവിക്കേണ്ടത്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തേക്കെടുക്കാം. നല്ല ഭംഗിയായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. കേക്കിൻ്റെ ചുറ്റിലും നൂല് കറക്റ്റായിട്ട് വെക്കാം. നമ്മൾ മുറിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗങ്ങളിലാണ് കൃത്യമായിട്ട് അത് വെക്കേണ്ടത്. എന്നിട്ട് കുറുകെ നൂല് പിടിച്ച് വലിച്ചാൽ മതി. കേക്ക് 2 പീസായിട്ട് മുറിച്ച് കിട്ടും. കേക്ക് മുറിഞ്ഞു കഴിഞ്ഞു. നൂല് വലിച്ചെടുക്കാം. ഇനി കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഇത് 1/2 കപ്പ് ചൂട് വെള്ളത്തിൻ്റെ അകത്ത് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കി ഉണ്ടാക്കിയതാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ കേക്ക് വളരെ സോഫ്റ്റായിട്ട് കിട്ടും. അതുകൂടാതെ നമ്മൾ ഇത് ഐസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഡ്രൈ ആയി പോകത്തില്ല. ഇനി ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് പുരട്ടാം. 2 ടൈപ്പ് ഗനാഷിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി മുകളിൽ കാണുന്ന കാർഡിലേക്ക് ടച്ച് ചെയ്താൽ മതി. ഗനാഷ് പുരട്ടിക്കഴിഞ്ഞു. ഇനി മുറിച്ച് വെച്ചേക്കുന്ന കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നടുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു
ഹാർട്ട് ഷേപ്പിൻ്റെ കുക്കി കട്ടറാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് സിൽവർ ബീഡ്സ് ഫില്ല് ചെയ്യാൻ പോവാണ് ഞാൻ. ഇത് എഡിബിൾ ബീഡ്സ് ആണ്. ഇനി കുറച്ച് കളർഫുൾ ബീഡ്സ് കേക്കിൻ്റെ സൈഡിലേക്ക് ഇടാം. ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് എങ്ങനെ ഉണ്ടെന്ന് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.